പ്രതിസന്ധികളിൽ തളരാതെ എറണാകുളം നെട്ടൂർ സ്വദേശിനി ലക്ഷ്മി ശിവപ്രസാദ് നേടിയ റാങ്കിന്റെ റെക്കോർഡ് തിളക്കമാണ്. മഹാരാജ് കോളേജിൽ നിന്നും ഏറ്റവും കൂടുതൽ സെമസ്റ്ററുകൾക്ക് A+ നേടിയാണ് ലക്ഷ്മിയുടെ വിജയം. മനക്കരുത്തിന്റെ പ്രതീകമാവുകയാണ് ഈ പെൺകുട്ടി. നീർമാതളം പൂക്കുന്നത് കേവലം ഒരാഴ്ച കാലത്തിന് വേണ്ടിയാണ്. പുതുമഴയുടെ സുഗന്ധം മണ്ണിൽ നിന്നുയർന്നാൽ നീർമാതളം പൂക്കാറായി എന്ന് വിചാരിക്കാം. പൂക്കൾ വന്നു നിറഞ്ഞാൽ ഇലകൾ പൊഴിയുകയും ചെയ്യും. ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ പെൺകുട്ടി. അവളാണ് തന്റെ വിജയപാതയിൽ ഇങ്ങനെ ഉറക്കെ ഉറക്കെ വായിച്ചും പഠിച്ചും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 50 പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ സർജറിക്ക് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങിയത്. അതിന് മുമ്പ് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. അച്ഛനും അമ്മയും അവരുടെ ഒരു ലൈഫ് എനിക്ക് വേണ്ടി തന്നെയാണ് മാറ്റി വെച്ചത്. രാവിലെ എൻ്റെ ക്ലാസ്സിൽ കൊണ്ടാക്കും, പിന്നെ അതുപോലെ തിരിച്ചു എന്നെ വിളിക്കാൻ വരും. അപ്പം അവരുടെ സപ്പോർട്ട് അൾട്ടിമേറ്റായിട്ട് എനിക്ക് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് ഇവിടം വരെ എത്താനായിട്ട്. ജനനം മുതലേ നെട്ടൂർ സ്വദേശിനിയായ ലക്ഷ്മി ശിവപ്രസാദിന്റെ ജീവിതത്തിൽ സെറിബ്രൽ പാൾസി വെല്ലുവിളിയായി എത്തിയിരുന്നു. എങ്കിലും പഠിക്കാനുള്ള അവളുടെ ആഗ്രഹത്തിന് അതിലേറെ തെളിച്ചമുണ്ടായിരുന്നു. അവൾക്കൊപ്പം നിൽക്കാൻ മാതാപിതാക്കൾ താണ്ടിയ ദൂരം അതത്ര ചെറുതുമായിരുന്നില്ല. നമ്മുടെ മോള് പഠിച്ചാണ്. മോളുടെ ഇതിലിപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ചാനലിൽ നിന്നും പത്രത്തിൽ നിന്നും അതിൽ നിന്നും വന്ന് ഇപ്പം തന്നെ ഇത് സംസാരിക്കുന്നത് എൻ്റെ മോളുടെ ഇതുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. കലാലയങ്ങളുടെ രാജാവായ മഹാരാജാസിൽ പഠിക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ അവൾ ആ സ്വപ്നവും പൂർത്തീകരിച്ചു. BA മലയാളത്തിന് 1ാം റാങ്ക് നേടിയായിരുന്നു വിജയം. പഠിക്കാനുള്ള ആഗ്രഹം ലക്ഷ്മിയെ ഇന്ന് കൊണ്ടെത്തിച്ചത് മലയാളം MA പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ മാർക്കോടെയുള്ള ഉന്നത വിജയമാണ്. വിജയത്തിലും തനിക്ക് താങ്ങായവരെ ലക്ഷ്മി ഓർക്കുന്നു. ഇത്രയും നാളത്തെ എൻ്റെ ഒരു വിദ്യാഭ്യാസ ജീവിതത്തിൽ എല്ലാ ടീച്ചേഴ്സും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഇപ്പം ഈ PG വരെ അവരുടെയും ഒരു സപ്പോർട്ട് ജീവിതത്തിന് ഒരുപാട് വലിയൊരു സപ്പോർട്ടായിട്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ശരീരം തളർത്തിയ വെല്ലുവിളിയെ അവൾ അതിജീവിച്ചത് മനക്കരുത്ത് കൊണ്ടാണ്. ലക്ഷ്മിക്ക് ഇനിയും പഠിക്കണം, ഗവേഷക വിദ്യാർത്ഥിയാവണം, അധ്യാപികയാവണം. തോറ്റുകൊടുക്കാതെ ലക്ഷ്മി മുന്നേറുകയാണ്. ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് ലക്ഷ്മിയുടെ വിജയം വലിയൊരു പ്രചോദനമാണ്. ജീവിതത്തിൽ മുന്നേറാനുള്ള ഊർജമാണ്. ലക്ഷ്മിയുടെ സ്വപ്നങ്ങൾ ഇനിയും ഉയരെ ഉയരെ പറക്കട്ടെ. സ്വാതി കൃഷ്ണയ്ക്കൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.